ഹായ് ഹലോ ഓൾ. ഇന്ന് എൻ്റെ ഒരു ഡ്യൂട്ടി ഡേ ആയിരുന്നു. ഇന്ന് ഞാൻ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്നത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോവാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരെ ഇരിട്ടിക്കാണ് പോവാറ്. തളിപ്പറമ്പ് ബസ്സിന് കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ വളവട്ടണം പുഴയുടെ നേരെ വന്നു കേട്ടോ. നല്ല രസമായി പുഴ കാണാൻ. എനിക്ക് എപ്പോഴും ഇഷ്ടം അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. വലിയ പുഴയാണല്ലോ. പിന്നെ അങ്ങനെ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ വൺ വേ ആ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, വേഗം തന്നെ തളിപ്പറമ്പ് എത്തി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തളിപ്പറമ്പ് എത്തി. എനിക്ക് ഈ തളിപ്പറമ്പിലോട്ട് കയറുമ്പം തന്നെ തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ ആ ഒരു കവാടം നമുക്ക് സൈഡിൽ കൂടെ കാണാമല്ലോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. പിന്നെന്താ, അങ്ങനെ ഞാൻ തളിപ്പറമ്പ് എത്തി. തളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് ഞാൻ മാറി കയറി. അങ്ങനെ എനിക്ക് KSRTC കിട്ടി കേട്ടോ, കുടിയാമലയിലോട്ട്. അങ്ങനെ KSRTC ഇരുന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ വരുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മുടെ ബസ് അവിടെ നിന്ന് എടുത്തു കേട്ടോ, കുടിയാമലയിലോട്ട് എടുത്തു. അത്യാവശ്യം ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുടിയാമലയിലോട്ട് യാത്രയായി. ബസ് ഓരോരുത്തർ നിർത്തുമ്പോൾ ഞാൻ ചുമ്മാ ഓരോരോ വീഡിയോ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഇങ്ങനെ സ്ഥലം കണ്ടിരിക്കാൻ. ഇതാണ് ഒടുവള്ളി. ഒടുവള്ളി നിന്നാണ് നമ്മൾ തിരിഞ്ഞ് കുടിയാമലയ്ക്കും ഒരു റൂട്ട് ആലക്കോടിനും പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉള്ളിലൊരു സംതൃപ്തി തോന്നൂലേ, ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് പോകുമ്പോൾ. അവിടെ നമുക്ക് പാലക്കന്നിട്ടൊക്കെ കാണാം. പിന്നെ പൈതമലയുടെ കുറച്ച് അടിവാരത്തായിട്ടാണ് കുടിയാമല വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീടെത്തി. ഇതാണ് വീട് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ചവിട്ടി കയറി വീടിൻ്റെ മുകളിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ കുക്കുറു. കുക്കുറു എന്നാണ് അമ്മച്ചി വിളിക്കുന്നത്. ടെഡി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. ടെടിപ്പട്ടി. ടെഡി ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. അടുത്ത് നിന്നപ്പോൾ മണത്തിട്ട് ഞാനത് മനസ്സിലായി. അവൻ എപ്പോഴും കൂട്ടി നിറങ്ങണം, അതിനുള്ള കളിയാണ്. അപ്പം ഞാൻ പോയി ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ അമ്മച്ചി ചായയൊക്കെ തന്നു. കുഴപ്പമില്ല, നല്ല ചായ കേട്ടോ. അമ്മച്ചി ഏലക്കയൊക്കെ ഇട്ട് നല്ല ചായയൊക്കെ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം അമ്മച്ചിയോട് ഞാൻ ഹായ് പറയാം. അപ്പം അമ്മച്ചി ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിരി വന്നു. പിന്നെന്താ, അങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിങ്ങനെ വൈകിട്ട് തിണ്ണയിലിരുന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു മഴക്കാറും കോളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ ബായ്.